ഇറാൻ ആണവായുധ രാജ്യമാണെന്ന് IAEA കൃത്യമായിരിക്കുന്ന പഠനം നടത്തുകയും വസ്തുനിഷ്ഠപരമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും ഇറാൻ ഒരു ആണവായുധ രാജ്യമാണ്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അതിൻ്റെ മേധാവി റഫായേൽ ഗ്രോസിയാണ് ഔദ്യോഗികമായി തന്നെ ഈ കാര്യം പറഞ്ഞത്. നിഷേധിക്കുന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങൾ, അത് ഇറാൻ തന്നെ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആണവായുധം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു പൂർത്തീകരണം ഇപ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പല ഘട്ടത്തിലും അത് ആരോപിക്കാറുള്ളത് ഇസ്രായേലാണ്, ഒരു പരിധിവരെ അമേരിക്കയും. ഇപ്പോൾ പ്രത്യേകമായിരിക്കുന്ന അന്വേഷണ ഏജൻസിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഇറാനിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തിയിരിക്കുന്ന ചാനൽ അഭിമുഖവുമായിട്ടാണ് വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇറാൻ ഒരു ആണവായുധ രാജ്യമാണ് എന്ന്. ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ, ആ ലോകത്തിലെ ആണവായുധങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഇറാനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ചില റിപ്പോർട്ടിൻ്റെ അകത്തൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് ഇറാൻ്റെ പേര് പറയുന്നത്. ഇസ്രായേലിൻ്റെ പേര് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: 9 ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കാനുള്ള ശേഷി ഇറാൻ ശേഖരിച്ചിരിക്കുന്നു. 408 കിലോഗ്രാം യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം പൂർത്തീകരിച്ചിരിക്കുന്നു. അവരുടെ കൈവശത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ആണവായുധമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അങ്ങനെ തുടങ്ങി വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു വിവരണമാണ് നൽകിയത്. എന്നാൽ ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് തെറ്റായിരിക്കുന്ന വിവരണമാണ്. ഇതിൽ ഒരു കൃത്യതയില്ല, ഒരു അഭിപ്രായം മാത്രമാണ് എന്നാണ് ഇറാൻ്റെ സൈനിക മേധാവിയുടെ ഒരു പ്രതിനിധി എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിൽ കാണുന്നു സർക്കാരിൻ്റെ പ്രതിനിധി എന്നും അവർ പറഞ്ഞു. ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രതികരണമൊന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം IAEA വളരെ കൃത്യമായ രീതിയിൽ ഇറാന് ആണവായുധമുണ്ട് എന്ന് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിൻ്റെ അകത്ത് അത് രൂക്ഷമായിരിക്കുന്ന അഭിപ്രായ ഭിന്നതയും അതേപോലെ തന്നെ അവർ ഭയപ്പാടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ അതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. 60% മുതൽ 75% വരെ സമ്പുഷ്ടീകരണം യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രീതിക്കൊക്കെ മാറ്റം വന്നു. ഇപ്പം അത് പ്രഖ്യാപനം വന്നു. അതോടുകൂടി അവർ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൂർത്തീകരണം ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ കാലത്തും ഇസ്രായേലിന് അത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെ ശക്തമായിരിക്കുന്ന നടപടി എടുക്കണം എന്ന് അമേരിക്കയോട് നിരന്തരം ശുപാർശ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്ക അത് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമാധാനമായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിലൂടെ അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനത്തിലൂടെ ഈ പ്രശ്നത്തിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കുകയല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ച് കഴിഞ്ഞാൽ അമേരിക്ക മനസ്സിലാക്കുന്നത് ആ യുദ്ധത്തിനൊരു അവസാനമുണ്ടാകില്ല എന്നുള്ളതും വലിയ സാമ്പത്തിക ബാധ്യതയും ഒരു പക്ഷേ യുദ്ധത്തിൽ പരാജയമുണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു. അവരിപ്പോൾ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് അത് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ്. അതിൽ പറയുന്നു, നിലവിൽ ശത്രുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അതോടൊപ്പം അത് പ്രയോഗിക്കാനുള്ള ആളുകളുടെ ബലത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കാതെ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുക സ്വാഭാവികം. ഇറാനെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമാണ് നമ്മൾക്ക് പറയാൻ ഉള്ളത്. കാര്യം, അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ അതിൻ്റെ ശക്തിയെക്കുറിച്ചോ അത് സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ നമ്മൾക്കൊരറിവുമില്ല. അതുകൊണ്ടാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ യമൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തോട് പോലും അമേരിക്ക പരാജയപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. അവരുടെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങളെല്ലാം ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അവരുടെ കപ്പലിന് നേരെ നടക്കുന്ന ആക്രമണം, അതോടനുബന്ധിച്ച് തന്നെ പൊട്ടിത്തെറിക്കുന്ന മിസൈലിൻ്റെ കഷ്ണങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ട് നടത്തിയ പഠനത്തിൽ അവർ മനസ്സിലാക്കിയ കാര്യമാണ് നിർമ്മിതങ്ങളെല്ലാം ഇറാനിലാണ്. അപ്പോൾ ഇറാൻ്റെ ആയുധത്തിൻ്റെ ശേഷി അത്രക്ക് ശക്തവും അതോടൊപ്പം തന്നെ ഭദ്രവുമാണ്. പരമാവധി അവർ ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ, രഹസ്യ
ഈ പരിശോധന കാര്യങ്ങളൊക്കെ ഇറാനിൽ പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്, കൂടുതൽ വിജയിക്കാത്തതാണ്. വിജയിച്ച മേഖലകളിൽ തന്നെ അവർക്കൊരു കൃത്യമായിരിക്കുന്ന രൂപം കിട്ടാത്തൊരു സാഹചര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ പോകുന്നു. അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചൊക്കെ അമേരിക്കയോട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകപ്പെട്ടത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നമ്മൾ എടുത്തു ചാടി ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിൽ നിന്നാൽ അതിന് തിരിച്ചടി വലിയ ശക്തിയുള്ളതായി വരും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇറാനെ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നൊരു സ്ഥിതി വന്നാൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കും. നിലനിൽപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെയും താവളത്തെയും ഇറാൻ ആക്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് അത്ര പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കക്ക് നൽകി. മറ്റൊരു ഭാഗം പറയുന്നു, 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച ഒരു യുദ്ധമാണ് ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ കീഴടക്കുക എന്നുള്ളത് ഇപ്പോഴും റഷ്യക്ക് സാധിക്കാത്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള, ആണവായുധ ശക്തിയുള്ള, കാലോചിതപരമായി മാറ്റം വരുത്തുന്ന ആയുധങ്ങളുടെ ശേഖരമുള്ള ഒരു രാജ്യമാണ് റഷ്യ. അത്രയൊന്നും ബലവും ശക്തിയും ഉക്രൈൻ രാജ്യത്തിനില്ല എന്ന് നമുക്കറിയാം. 3 വർഷമായിട്ടും അവരിപ്പോഴും യുദ്ധത്തിലാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ സൈനികമായിട്ട് തീരെ ബലവും ശക്തിയുമില്ലാത്ത ഗസയുമായിട്ട് ഇസ്രായേൽ 1.5 വർഷമായി യുദ്ധത്തിലാണ് എന്നും അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നു. അതുകൊണ്ട് നമ്മൾ കയ്യേറ്റം ചെയ്തുകൊണ്ട് കീഴടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാകും. ആ കാര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ യമനും അമേരിക്കയും തമ്മിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു കരാറുണ്ടാക്കി ആ യുദ്ധം തന്നെ അവസാനിപ്പിച്ചത്. കാര്യം നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് അമേരിക്കക്ക് പറയാനുള്ളത്. അവർ രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഒരുപാട് ആക്രമണം നടത്തിയിട്ടുണ്ട്. 15-ലധികം തവണ ആക്രമിച്ചതിൽ ബ്രിട്ടനും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ കാലുമാറി അമേരിക്കയോടൊപ്പം ഇത്തരം പ്രവർത്തികൾക്ക് തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള നിലപാടെടുത്തോടുകൂടി അമേരിക്ക ചെങ്കടലിൽ ഒറ്റപ്പെട്ടു. പിന്നീട് അമേരിക്ക മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നതിന് അതിശക്തമായിരിക്കുന്ന തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ആയുധത്തിൻ്റെ ബലവും ശക്തിയും ചോർന്നു പോയിരിക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് ചെങ്കടലിനെ ന്യൂയോർക്ക് ടൈംസ് പോലും വിശേഷിപ്പിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. അവിടെ നേരെ തിരിഞ്ഞുള്ള വിഷയങ്ങളാണ് നടന്നത്. വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പോർട്ടുകളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. കാരണം യുദ്ധമുഖത്ത് സജീവമായി നിന്നുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും മീഡിയകളും വളരെ കുറവാണ്. പിന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് ചില ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ചില പത്രക്കാരൊക്കെ സൈനിക ടാങ്കറിൽ കയറിയിട്ട് റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കുന്ന പ്രവൃത്തികളുണ്ട്. അങ്ങനെ ആ സമയത്ത് ആരുടെ ഭാഗത്താണോ ആരുടെ ടാങ്കിലാണോ കയറുന്നത് അവർക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടാണ് തയ്യാറാക്കാൻ പറ്റുക. ഇറാഖ് അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അമേരിക്കയുടെ ടാങ്കറിലുണ്ടായിരുന്ന BBC-ൻ്റെയും റോയിട്ടേഴ്സിൻ്റെ ആളൊക്കെ ബാഗ്ദാദിലേക്ക് പ്രവേശിച്ചപ്പോഴും ബസറ വീണപ്പോഴും ഒക്കെ അവർ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കക്ക് അനുകൂലമായ രീതിയിലാണ്. ഡേ ബൈ ഡേ എന്നാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോർജ് ബുഷ് പറഞ്ഞത്. സദ്ദാം ഹുസൈൻ വീഴാനുള്ള സമയത്തെക്കുറിച്ചാണ്. ദിവസങ്ങൾക്കകം ഒരുപാടൊന്നും നീണ്ടുപോയില്ല. അത് ബസറ യുദ്ധത്തിൽ ബസറ വീണതോടനുബന്ധിച്ച് ബുഷ് നടത്തിയിരിക്കുന്ന പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏറ്റ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അത് ലോകം അംഗീകരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഇതാണ്. IAEAയുടെ പ്രസ്താവന ഇറാന് ആണവായുധ രാജ്യമാണ് എന്നുമായിട്ട് ബന്ധപ്പെട്ട് 5 തവണയാണ് അമേരിക്കയും യമനും ഒമാൻ്റെ മധ്യസ്ഥതയിൽ, അമേരിക്കയും ഇറാനും ഒമാൻ്റെ മധ്യസ്ഥതയിൽ ആണവായുധ സമാധാന ചർച്ച തുടങ്ങിയത്. അപ്പോൾ 6ാമത്തെ തവണ അതിനൊരു ഫൈനൽ അവസാന ഭാഗം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ സ്ഥലം തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ആ ചർച്ചയോട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. കാര്യം ചില ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലേക്കൊക്കെ അമേരിക്ക ഇടപെടുന്നുണ്ട്. അത് ഇലക്ട്രിസിറ്റി പോലെയുള്ള വൈദ്യുതി ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പോലും ആണവായുധത്തെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അമേരിക്ക കർക്കശമായിരിക്കുന്ന നിലപാട് ഇറാനോട് എടുത്തതോടുകൂടി തങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു പ്രവർത്തനം അമേരിക്കയല്ല ഏതൊരു രാജ്യം നടത്തിയാലും തങ്ങളത് അംഗീകരിക്കുകയില്ല, അഥവാ തങ്ങൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും എന്ന് സാരം. അങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഇറാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരു കൊട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ
നിങ്ങളുടെ ഇറാൻ്റെ പരിശോധന മാത്രമല്ല നടത്തേണ്ടത്, ഇസ്രായേലിൽ നടത്തണം. അവരുടെ രാജ്യത്തും ആണവായുധമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ബാധ്യതയാണ്. ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മരിച്ചു പോവുക അല്ലെങ്കിൽ അവസാനിച്ചു പോവുക. അതിലൊക്കെ പല ഘട്ടത്തിലും മരണമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ലോകം അംഗീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ സഹകരണത്തിന് ഒരു കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ടൊരു യുദ്ധത്തിൽ നിന്ന് ഏറെക്കുറെ അവർ മാറി നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇറാനെ ആക്രമിക്കണമെന്നും ഇറാനെതിരെ യുദ്ധം ചെയ്യണമെന്നുള്ള നയനിലപാടെന്നൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ ഇപ്പോൾ പിറകോട്ട് പോവുകയാണ്. കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഒരിക്കലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് സഹകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാര്യം അത് അമേരിക്കയുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് ഈ കാര്യങ്ങൾ എത്തും എന്നതിനാൽ നേരിട്ടൊരു യുദ്ധമില്ല. ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി, ഇസ്രായേലിനോട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ട് പറയുകയില്ല. എന്നാൽ അമേരിക്കയുടെ അനുവാദമില്ലാത്ത രീതിയിൽ ഇസ്രായേൽ ആക്രമിച്ചാലോ അത്തരം വിഷയങ്ങൾ ഉണ്ടായാലോ അത് ആ സമയത്ത് നോക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ മറുപടി. ഏതായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് യുദ്ധം ഗസയുമായിട്ട് ബന്ധപ്പെട്ട് കഠിനമായി തന്നെ പോകുന്നു. പക്ഷെ അതിജീവിക്കാനും അവർ ഉദ്ദേശ ലക്ഷ്യം നേടാനും വേണ്ടിയിട്ട് ഇപ്പോഴും ഇസ്രായേലിന് സാധിക്കുന്നില്ല. കാര്യം ഈ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമവും അതോടൊപ്പം തന്നെ ഭീഷണിയും യമൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നതിനാൽ അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിലാണ്. അമേരിക്കയുടെ സൈനിക കമാൻഡറോടും ബന്ധപ്പെട്ടവരോടും ഇസ്രായേൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സൈനികപരമായിരിക്കുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ കൂടി സഹകരിപ്പിക്കാനാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിരാശയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.